എന്റെ ദൈവമേ, നമുക്കിട്ട് പണി കിട്ടുവാ? ഓ, പഴയ കാര്യമൊക്കെ മറന്നുണ്ടാവും. അഥവാ ഓർത്താ തന്നെ അടിവയർ നോക്കി 2 താങ്ങ് വാങ്ങും, അത്രേ ഉള്ളൂ. കരുതാക്കൊന്നും പറയാതാ. ഞാൻ AC കുഞ്ഞിരാമൻ. MG റോഡ് മുഴുവൻ നമ്മളായിട്ട് ഓടിച്ച കക്ഷിയല്ലേ, മറക്കാൻ പറ്റുമോ? ഓർമ്മകൾ ഉണ്ടായിരിക്കണം. എന്റെ പൊന്ന് സാറേ, ഞങ്ങളെ രക്ഷിക്കണം. ഇന്നലെ രാത്രി കുറെ ഗുണ്ടകൾ കയറി ഞങ്ങളെ ബലമായിട്ട് വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. എന്റെ മോൻ എതിർത്തപ്പോ അവനെ ഒത്തിരി തല്ലി. പ്രായമായി പെങ്കൊച്ചിനെ കയറി പിടിക്കാൻ ചെന്നപ്പോ ഞങ്ങൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാ സാറേ. എന്റെ മോനെ അവരകത്തിട്ട് തല്ലി കൊല്ലുവാ സാറേ, ഞങ്ങളെ രക്ഷിക്കണം. ഇവര് പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാ സാറേ. ACP ചാർജ് ചെയ്ത കേസാ. ഓഹോ, അങ്ങനാണ്. ഞാൻ നിങ്ങളുടെ കേസ് എന്താണെന്ന് നോക്കട്ടെ. അങ്ങോട്ട് എന്നെ രക്ഷിക്കണം സാർ. വാടാ. ആ പുറത്ത് നിൽക്കുന്ന സ്ത്രീയുടെ മോനാണോ ആ പയ്യൻ? അതെ സാർ, അവനൊരു ക്രിമിനൽസ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയാം. ഈ ക്രിമിനൽസിനെയും കള്ളന്മാരെയൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കുഞ്ഞിരാമനാള് മിടുക്കനാണല്ലോ. ഈ ASI കുഞ്ഞിരാമൻ ഇതൊക്കെ എത്ര കണ്ടാ സാറേ. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ASI ആയി, ഇല്ലെങ്കിൽ ഞാൻ DGP ആയേനെ. അവനെ ശരിക്ക് പെരുമാറിയിട്ടുണ്ടല്ലോ. ACP പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ടീമായിട്ട് കൈകാര്യം ചെയ്ത് നിർത്തിയിരിക്കുന്നു. പിന്നെ ആ പുറത്തേക്ക് വല്ലമുള്ള അവര് പറഞ്ഞ മുഴുവൻ പച്ച കള്ളമാണ് സാറേ. ഇവര് കുടുംബത്തോടെ ക്രിമിനൽസ് അല്ലേ സാറേ. ആ മാമ്പള്ളിക്കാരുടെ ബാറിന് മുമ്പിലായി അവരുടെ വീട്. 2 ലക്ഷം രൂപയ്ക്ക് വീടും പുരടം കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. 50,000 രൂപ അഡ്വാൻസും കൈപ്പറ്റി. എന്നിട്ടിപ്പോ ആധാർ എഴുതി കൊടുക്കില്ലെന്ന പ്രകാശമനോ സാറിന്റെ പരാതി. ആഹാ, അത് വിശ്വാസവഞ്ചനയാണല്ലോ. എങ്കിലും ഇത് കൊടുത്താ പോരാ, ബാക്കിയോടെ കൊടുക്കേണ്ടി വരും. ദേ കണ്ടോ, സാറിനെ പെട്ടെന്ന് കാര്യം പിടികിട്ടി. മാമ്പിള്ളി മേനോന്മാരെ കുറിച്ച് സാറിന് നന്നായിട്ട് അറിയാമല്ലോ. പിന്നെ കാശി, അതവർക്കൊരു പ്രശ്നമേ അല്ല. ACP 25,000 കൊടുത്തോന്നാ പറഞ്ഞേ. സാറിന് എത്രയും വേണ്ടത് പറഞ്ഞാൽ മതി, അതൊരു വീട്ടിലെത്തിച്ചു. അതല്ലെങ്കിലും നമ്മളെ കാണേണ്ട വിധം കാണുന്ന മുതലാളിമാരെ നമ്മളും സഹായിക്കാം. അല്ലാതെ കണ്ട അത്താഴപ്പട്ടിണിക്കാരോട് വന്നിട്ട് നമുക്കെന്ത് കാര്യം? ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം. എന്റെ ദൈവമേ, നമ്മൾ രക്ഷപ്പെട്ടടോ. ഒരു 2ാം മുറ കൂടി അവന്റെ നേരെ പ്രയോഗിച്ചിട്ട് വിവരം പ്രകാശ് സാറിനെ അറിയിക്കണമെന്നാ പറഞ്ഞേ. തുടങ്ങിട്ട് സാർ ഇനി തല്ലി അവൻ ചിലപ്പോ ചത്തുവും സാർ. ചാകുന്നെങ്കിൽ ചാകട്ടോ, ബാക്കി കാര്യം മാമ്പള്ളിക്കാരെ നോക്കിക്കോളും. അല്ലെങ്കിൽ തന്നെ അവരോട് എതിർത്തോണ്ട് ഈ ചെക്കൻ എത്ര കാലം ജീവിക്കാനാ? എടോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് പണമുള്ളവര് പറയുന്നതാണ് സത്യം, അവര് പറയുന്നതാണ് ന്യായം. നമ്മുടെ കോടതി കയറിനെ പോലും കാശുള്ളവനെ പറ്റൂ. അപ്പൊ പിന്നെ ഇവിടുത്തെ മന്ത്രിമാര്, നമ്മള് പോലീസുകാരും എല്ലാം മുതലാളിമാരുടെ കൂടെ നിൽക്കുന്നതിൽ എന്താ തെറ്റ്? ഈ കഴിവറമോന് മാത്രം എന്താ ഇത്ര ഹുങ്ക്? ആധാരം അങ്ങോട്ട് എഴുതി കൊടുത്താലെന്താ? അങ്ങോട്ട് സത്യമായിട്ട് നീ കൈക്കൂലി മേടിക്കാനുള്ള പരിപാടിയാണ്. അയ്യപ്പൻ ചേട്ടൻ നിന്നെ കൊല്ലും. അങ്ങോട്ട് മാറിക്കടാ. എടാ, നാടോടുമ്പോ നടുവേ ഓടണം, മനസ്സിലായോ? നിനക്കെന്താടാ ആധാരപ്പെടാ എത്ര മടി? 50,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് മറ്റേ പണി കാണിച്ചോണ്ടല്ലോ ഒന്ന് കുഴിച്ചുമൂടും ഞാൻ. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് ആകെയുള്ളത് 2 സെന്റും അതിലുള്ള വീടുവാ. സിറ്റിയിലായതുകൊണ്ട് 10 ലക്ഷം രൂപയ്ക്ക് അത് മേടിക്കാൻ ആള് വന്നതാ. അപ്പോഴാ കഴിഞ്ഞ ദിവസം പ്രകാശ് സാറിന്റെ ബാറിലേക്ക് വിളിപ്പിച്ചത്. അവിടെ ACP സാറും ഉണ്ടായിരുന്നു. സാർ 2 ലക്ഷം രൂപയ്ക്ക് സ്ഥലം കൊടുക്കാമെന്ന് എഴുതിയൊരു എഗ്രിമെന്റില് അവരെന്നോട് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ടില്ല. അതിനെല്ലാരും കൂടി ചേർന്ന് എന്നെ കൊണ്ട് ബലമായിട്ട് ഒപ്പിടിച്ചു. 50,000 രൂപ ഒരു ചില്ലി കാശ് പോലും തന്നിട്ടില്ല. ഇതെങ്ങാനാ മേനോന്മാരറിഞ്ഞ നിന്റെ തല കാണിച്ചേ. എടാ ചെക്ക, നിന്റെ ഈ കരച്ചിൽ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാശുണ്ടോ കയ്യില്? എടാ, മാമ്പള്ളിക്കറിയുന്നതിന്റെ മേലെ അറിയാൻ നിന്റെ കയ്യിൽ തുട്ടുണ്ടോന്ന്? തുട്ട് ഇല്ല. അപ്പൊ പിന്നെ അനുഭവിക്കുക. നീ നിന്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് നിന്റെ വീട്ടിന് മുന്നിൽ പോയി നിൽക്ക്. ഞാനങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ സാറേ, പുറത്തിറക്കാൻ പറ്റില്ല. വധശ്രമത്തിന് കേസ് വെക്കുന്ന ACP പറഞ്ഞിരിക്കണേ. അപ്പൊ പിന്നെ വകുപ്പ് നോൺ ബെയിലബിൾ. അത് സാരമില്ല. എനിക്ക് ഇവനെ ഇന്ന് നാട്ടു റോട്ടിൽ പബ്ലിക്കിന്റെ മുന്നിലിട്ട് 2 എണ്ണം കൊടുക്കണം. എന്നാ പ്രകാശ് അത് തന്നോ. ഇന്നും അടിച്ചു തരണം.
ഇനി ഞാൻ കുടിക്കത്തില്ല സാറേ. കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കുടിച്ച് മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കാതിരുന്നാ മതി. എടോ, ജനങ്ങളെ കുടിപ്പിച്ച് രസിപ്പിക്കാനല്ലേ നമ്മുടെ സർക്കാർ ലക്ഷങ്ങൾ കിസ്ത് മേടിച്ച് ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്. പക്ഷേ നല്ല മദ്യം കൊടുക്കണമെന്നാ നിയമം. ഇവിടുത്തെ പോലെ വിഷമല്ല. എടോ, ഇവനൊരു പെഗ് കൊടുക്ക്. ആഹാ, അത് ശരി. അപ്പൊ ഞാൻ ചാകട്ടെ എന്നാ. എനിക്ക് വേണ്ടി വിഷം. നല്ല ഒറിജിനൽ ബിസ്കി തരാം സാർ. എന്റെ പൊന്നെ, നമ്മള് ബിസ്കി ഒന്നും കഴിക്കാറായിട്ടില്ല. അത്രക്ക് ഗമ നമുക്കുണ്ടാ. കൂട്ടുകാരൻ എസ് ചെയ്യാന്ന് വെച്ച് നമുക്ക് അഹങ്കരിക്കാൻ പറ്റുമോ? ഇല്ല. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, 2 ലോക്കൽ ഡ്രം ഇങ്ങടുത്ത് വെച്ചേ. ഒരു ഗ്യാസ് പോയ സോഡയും. അയ്യോ, സാറിന്റെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഓഫീസ് റൂമിലേക്ക് ഇരിക്കാം. അവിടെ ആകുമ്പോ AC ഉണ്ട്. ഈ AC-യിലൊക്കെ ഇരുന്ന എനിക്ക് കുളിരോടോ. ഇവിടെ ഇരുന്ന് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എടാ ബാല, നീ ആ പുറത്തേക്കുന്ന രാജുവിനെ അങ്ങ് വിളിച്ചേ. ഞാൻ ഫിറ്റ് ആണെന്ന് തോന്നണല്ലേ? കുഴപ്പമില്ല. എന്താ എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ACP ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എന്തു പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ട് ഡയൽ ചെയ്താൽ മതി എന്നാ പറഞ്ഞേക്കുന്നത്. പ്രകാശ് സാർ എന്ന് പറഞ്ഞ അങ്ങേരും മരിക്കും. അല്ല, തിരിച്ച് ഞങ്ങളും അങ്ങോട്ട് അങ്ങനെ തന്നെയാണേ. അത് പിന്നെ ഇതൊക്കെ ഒരു പരസ്പര സഹായമല്ലേ. ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം. പക്ഷെ ഇടയ്ക്ക് പാലം വലിക്കരുത്. ഹേയ്, അതില്ല. ആ മുന്നിലുള്ള വീട്ടിലെ ചെക്കൻ ഒപ്പിട്ട് അഡ്വാൻസ് പത്രവും വീട്ടിന്റെ താക്കോലും എടുത്തേ. പ്രശ്നമൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ ഇപ്പൊ എടുത്തു വരാം സാർ. ശ്രദ്ധിച്ച് നടക്കണം. ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞ പയ്യൻ. എനിക്ക് പറ്റിയൊരു അബദ്ധം. ബാല, നീ പോ. ഫലം പോണല്ലേ? നമ്മുടെ ഫ്രണ്ട് വലിയ പോലീസ് ഓഫീസറായിപ്പോ എന്റെ സന്തോഷത്തിൽ കുടിച്ചു പോയതാ. നിന്നോട് ഞാൻ പോകാനാ പറഞ്ഞത്. കസ്റ്റഡി കിടക്കുന്ന കടുവക്ക് ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പോകുന്നു. ജീവനുണ്ടെങ്കിൽ കാണാം. കുണ്ടിത് മുണ്ട് ഇതാ സാർ. ഈ പത്രം ഇവനെ കൊണ്ട് ബലമായിട്ട് ഒപ്പിടിച്ചു എന്നാണ് ഇവൻ പറയുന്നത്. കള്ളമായിരിക്കുമല്ലേ? ഓഹോ, അപ്പൊ നീ സാറിനോടും കള്ളം പറഞ്ഞല്ലേ? അയ്യോ സത്യമാണ് സാർ. നീ അപ്പുറത്തുള്ള ഓഫീസ് റൂമിൽ ഇട്ടാൻ അടിച്ചത്. ഇയാൾ എന്നെ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ച് ബലമായിട്ട് ഒപ്പിടിക്കായിരുന്നു. താൻ ചൂടാവാതോ മാനേരെ. സാർ ഇതിൽ ഇടപെടണ്ട. ഇവനെ കൊണ്ട് മാറ്റി പറയിച്ചിട്ട് വിടത്തുള്ളൂ ഞാൻ. നിങ്ങളുടെ വീട് പറഞ്ഞ് കറിക്കും. ഒരു പട്ടി ഇനി ശല്യത്തിന് വരത്തില്ല. ശരി സാർ. ആ വീട്ടുകാരെ അവിടെ ഒഴിപ്പിക്കാന്നുള്ളത് മാമ്പള്ളി മേനോമാർ ആവശ്യമാണ്. പക്ഷെ അതിന് നിലവിലുള്ള മാർക്കറ്റ് വില കൊടുക്കണം. അല്ലാതെ ചെറ്റത്തരം കാണിക്കല വേണ്ടത്. അവൻ 50,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് പത്രം ഒപ്പിടിച്ചത്. അല്ലടാ, എന്താ സംശയം? ഇതേ സാറേ, മാമ്പിള്ളിക്കാരെ പ്രസ്ഥാനത്തേക്ക് കളിക്കല്ലേ. നിക്കറി കയറി പോവേ. പന്നെ കഴിവറ മോനെ. എന്റെ നിക്കറ് കയറണമെങ്കിൽ നിന്റെയൊക്കെ മുതലാളി 100 ജന്മം ജനിക്കണ. പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ നിന്റെയൊക്കെ ഏമാമാർക്ക് ഞാനും കൂട്ടു നിൽക്കുന്ന കരുതിയോ? സത്യം പറടാ, അവനെ കൊണ്ട് ബലമായിട്ട് ഒപ്പിടിച്ചല്ലേ. എല്ലാം അറിഞ്ഞിട്ടാടാ ഞാൻ വന്നിരിക്കുന്നത്.